ഹലോ ഗൈസ്, ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോ ആരെക്കുറിച്ചും ചെയ്യണമെന്ന് ചിന്തിച്ചിട്ടില്ല. അത് പ്രത്യേകിച്ചും വേണുവിനെ കുറിച്ചൊന്നും ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുള്ള ഒരാളേ അല്ല. എനിക്കതിൽ വലിയ മനപ്രയാസത്തോടു കൂടി തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ എന്നാലും ചില കാര്യങ്ങൾ ചിലർക്ക് വേണ്ടി ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി മാത്രമാണ് ഈ ചെയ്യുന്നത്. രേണുസുധിയെക്കുറിച്ച് നമുക്കറിയാം. ഞാൻ ബിഗ് ബോസിൽ വന്ന സമയത്ത് ആ കുട്ടിയിലെ കുറച്ച് നല്ല വശങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുകൂലമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്കതിൻ്റെ കുറേ കാര്യങ്ങൾ വലിയ ഇഷ്ടമാണ്, പ്രത്യേകിച്ച് മക്കളെ നോക്കുന്ന കാര്യത്തിൽ. ഇപ്പം നമ്മൾ കാണുന്നുണ്ട് ഈ സമൂഹത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും. സ്വന്തം മക്കളെ പോലും സ്വന്തം സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ട് രണ്ടാമത് കല്യാണം കഴിച്ചതോ കല്യാണം കഴിച്ചില്ലയോ എനിവേ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ചേർന്ന് പോലും പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്ന അമ്മമാരുള്ള കാലത്താണ് ഭർത്താവിൻ്റെ ആദ്യത്തെ ഭാര്യയിലുള്ള ഒരു കുഞ്ഞിനെ കൂടെ നിർത്തുകയും അവനെ സ്നേഹത്തോടെ ആയിരിക്കാം ശുശ്രൂഷ എന്തായാലും അല്ലാന്നുകൊണ്ട് എത്രയും കാലം നിൽക്കത്തില്ല നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കി വളർത്തി അതിനെ വലുതാക്കി ഒരു അച്ഛന് ഇല്ലാണ്ടാകുന്നിടം വരെ കൂടെ നിർത്തി വളർത്തുകയൊക്കെ ചെയ്ത് ആ ഒരു നന്മ നമ്മൾ തിരിച്ചറിയണമായിരുന്നു. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അന്ന് രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അതിനുശേഷം കുറച്ച് രേണുവിൻ്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ കുറച്ച് വിമർശനാത്മകമായ പല വീഡിയോകളും ഓരോരുത്തരിട്ടെന്ന് നമ്മൾ കണ്ടിട്ട് എനിക്കും തോന്നിയിരുന്നു ഇത് വേണ്ടിയിരുന്നില്ല എന്ന്. ഞാൻ ദുബായിൽ വെച്ചിട്ട് ഈ പറഞ്ഞ തൊട്ട് രേണു ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഗൾഫ് ഉള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ആദ്യമായിട്ട് വന്ന സമയത്ത് ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ വിളിച്ച് ചോദിച്ചാണ് രേണുവിനെ ഒന്ന് കാണാൻ പറ്റുമെന്ന്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട്, പക്ഷേ എനിക്കവിടെ പോകാൻ പറ്റിയില്ല, ഞാനതുകൊണ്ട് കണ്ടിട്ടുമില്ല അവനെ. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിയുടെ ഡ്രസ്സിങ്ങിനെ കുറിച്ചൊക്കെ ഈ പറയുന്ന കൂട്ട് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിരുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്, ഇത് മോശമല്ലേ എന്ന് ഞാനും ചിന്തിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് സബ്സ്ക്രിപ്ഷൻ്റെ ഒരു വീഡിയോയിൽ പുറത്ത് വന്നപ്പോൾ ഒക്കെ ഞാൻ ചിന്തിച്ചിരുന്നു ഇതൊന്നും വേണ്ടിയിരുന്നില്ല, അല്ലാതെ തന്നെ ആ കുട്ടിക്ക് അത്യാവശ്യം വരുമാനം ഇതിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് തന്നെ കിട്ടാനുള്ളൊരു കഴിവുള്ള ഒരു കുട്ടിയാണല്ലോ, അല്ലെ അങ്ങനെ ചെയ്താൽ ആൾക്കാരുടെ ഇടയിൽ അത് ഒരു നല്ല രീതിയിൽ തന്നെ പ്രചരിക്കുമല്ലോ എന്ന് കരുതിയ ഒരാളാണ്. പക്ഷേ ഇപ്പോൾ രേണുസുധിക്ക് അസുഖമായി എന്നത് അറിഞ്ഞതിന് ശേഷം നമുക്ക് സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മാനസികമായിട്ടൊരു സങ്കടം ഉണ്ടാകും. അത് എപ്പോഴും എനിക്ക് തോന്നുന്ന ഇമോഷൻസ് പുരുഷന്മാരെക്കാട്ടി കൂടുതൽ സ്ത്രീകൾക്കായതുകൊണ്ടാവാം. അപ്പം നമുക്ക് മാനസികമായിട്ട് നല്ലൊരു സങ്കടമുണ്ട്, നല്ല വിഷമമുണ്ട്. അതൊരു മനുഷ്യത്വപരമായ വിഷമം തന്നെയാണ്. കാരണം ആർക്കും വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് രേണുസുധി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുട്ടിക്ക് എന്തായാലും ഞാൻ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കട്ടെ, അതിന് എല്ലാ അസുഖങ്ങളും മാറി നല്ലൊരു ലൈഫിലോട്ട് തിരിച്ചു വരാൻ സാധിക്കട്ടെ. പക്ഷേ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷനിൽ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്തത്. രേണുസുധി ആദ്യമായിട്ട് കീമോയ്ക്ക് ഹോസ്പിറ്റലിൽ ചേച്ചിയോടൊപ്പം എന്ന് പറഞ്ഞിട്ട് ഒരു ക്യാപ്ഷനിൽ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതെൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചതാണ്. കാരണം ഈ രേണുസുധി ഇപ്പോൾ പോയിരിക്കുന്ന ആ ഇടമെന്ന് പറഞ്ഞാൽ രേണുസുധി ഒരിക്കലും സന്തോഷമായിട്ടിരിക്കുകയല്ല, അല്ലേ? ഉള്ളിൽ അത്രത്തോളം വേദന, പുറമേ അത് കാണിക്കുന്നില്ലെങ്കിലും അത്രത്തോളം വേദന, അത്രത്തോളം സങ്കടം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് അത് വിറ്റ് കാശാക്കാൻ നോക്കരുതായിരുന്നു. അത് മഹാപാപമാണ്. ആ കുട്ടിക്ക് സുഖമായി വരുമ്പോൾ നിങ്ങൾ വീഡിയോ ചെയ്യുക, രേണുസുധി റിക്കവറായി, അവർ നന്നായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്യും. നമ്മൾക്ക് ഒരാൾക്ക് ദുഃഖം കൊടുക്കുന്നതിന് പകരം ഒരു സന്തോഷം കൊടുക്കാൻ പറ്റിയ അതല്ലേ നല്ലത്. ലാരാൻ്റെ ഉമ്മയ്ക്ക് പ്രാന്ത് പിടിച്ചാൽ അതും കാണാനൊരു രസം എന്ന് പറയുന്ന രീതിയിൽ വീഡിയോ ചെയ്യരുത്. നമ്മളുടെ വീട്ടിലല്ലേ ഈ ചെയ്യുന്ന, നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ അമ്മയ്ക്കോ സഹോദരിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കോ ആർക്കെങ്കിലും ആണ് ഇങ്ങനെ ഒരു അസുഖം വന്നതെങ്കിൽ നിങ്ങൾ ഇതേ മാനസികാവസ്ഥയിൽ ഒരു വീഡിയോ എടുത്തിടുമോ? അവരൊരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഒരിടത്ത് പോയി നിൽക്കുന്നിടത്ത് പോയി ഒരു മൊബൈലും കൊണ്ടുപോയി അവരുടെ ചിത്രം പകർത്തി, അല്ലെ ഒരു ക്യാമറയും കൊണ്ടുപോയി ചിത്രം പകർത്തി, അല്ലെ വീഡിയോ പകർത്തി സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് അത് റീച്ച് കിട്ടി അതിൽ നിന്നുള്ള കാശ് വാങ്ങിച്ച് അന്നം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നുമോ? നിങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഒരാളാണെങ്കിൽ അത്ര ഒരു മനുഷ്യത്വം നമ്മൾ കാണിക്കണ്ടേ? അതുപോലെ തന്നെ ഇപ്പോഴും ഓരോ വീഡിയോയും ഞാൻ കാണുന്ന പല വീഡിയോകളിലും ഞാൻ കമൻറ്റ് നോക്കാറുണ്ട്. ആ വീഡിയോകളിലൊക്കെ ഇപ്പോഴും വളരെ മോശമായിട്ടുള്ള കമൻറ്റുകൾ ഇടുന്ന ആൾക്കാരുണ്ട്. അവൾക്ക് അങ്ങനെ വേണമായിരുന്നു. ഒരു അസുഖത്തെക്കുറിച്ച്, ഒരു അസുഖം വരുമ്പം അത് ആർക്ക് വേണേൽ എപ്പോഴും വരാം, എപ്പോൾ വേണമെങ്കിലും വരാം.
അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഒരാളെ നമ്മൾ അങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കരുത്, അങ്ങനെ പറഞ്ഞ് കമൻറ്റ് ഇടുകയും ചെയ്യരുത്. അതൊക്കെ വലിയ ദോഷമുള്ളൊരു കാര്യമാണ്. നമ്മൾ മനുഷ്യരല്ലേ, മറക്കാനും പൊറുക്കാനും കഴിയുന്നവനെ അല്ലേ മനുഷ്യനെന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണ്ടേ? അവരെന്തും കാണിച്ചോട്ടെ, ശരിയാണ്. ആ രോഗാവസ്ഥ തിരിച്ചറിയുന്നതിന് മുൻപ് അവർ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവാം, ധിക്കാരപരമായിട്ട് പെരുമാറിയിട്ടുണ്ടാവാം. ആ പള്ളിയിലെ ഫാദർ പോലും അവരോട് ക്ഷമിച്ചില്ലേ? അപ്പം കണ്ടു നിൽക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ക്ഷമിച്ചുകൂടാ? നമ്മൾ എന്തിനാ എപ്പോഴും അവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അവർ ജീവിച്ചു പോകട്ടെ, അവർ ഈ അസുഖത്തിൽ നിന്ന് റിക്കവർ ആവട്ടെ, അതിനുശേഷം നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങൾക്ക് എന്തും പറയാൻ റൈറ്റുണ്ട്. അതുവരെ നിങ്ങൾ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള യൂട്യൂബേഴ്സിനോടാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ എടുക്കരുത്. അവരങ്ങനെ ഇത് റിയലൈസ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് വരെ തൻ്റെ ഇടിയും കുറച്ച് എന്ത് വന്നാലും നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ടാണ് എനിക്ക് രേണുവിനെ തോന്നിയിരുന്നത്. പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂ കണ്ടതിന് ശേഷമുള്ള ഓരോ വീഡിയോകളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, രേണു എന്ത് പറയുന്നെങ്കിലും അത്രയധികം സങ്കടം ഉള്ളിൽ ഒതുക്കിയിട്ട് പുറമേ ഒരു ശരിക്കും രേണു അഭിനയിക്കുന്നത് ഇപ്പോഴാണ്. അതെല്ലാവരും മനസ്സിലാക്കണം. നമുക്ക് ആ കുട്ടിക്ക് അസുഖം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം, അവൾക്ക് നല്ലത് വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആർക്കും തന്നെ ഇങ്ങനെ ഒരു രോഗാവസ്ഥ ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കാം. ഉണ്ടായവർക്കെല്ലാം അതിൽ നിന്ന് സന്തോഷമായ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കലും ആരും ഇങ്ങനെയുള്ള കാര്യം വിറ്റ് കാശാക്കരുത് പ്ലീസ്.